അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് സൂറ ഫലക്കിൽ നിന്നുമാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അൽ ഫലക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, പ്രഭാതം എന്നാണ് അർത്ഥം വരുന്നത്. പിളർന്നു വരുന്നത് എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കുന്നു. ഈ സൂറത്തിൽ എത്ര കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം തേടുന്നത്? 4 കാര്യങ്ങളിൽ നിന്നാണ്. ഒന്നാമത്തേത് സൃഷ്ടികളുടെ തിന്മ, രണ്ടാമത്തേത് രാത്രിയുടെ തിന്മ, മൂന്നാമത്തേത് മാരണത്തിൻ്റെ തിന്മ, 4 അസൂയാലുവിൻ്റെ തിന്മ. 4 ഷെറുകളിൽ നിന്നാണ് അള്ളാഹുവിനോട് ഈ സൂറത്തിൽ അഭയം തേടുന്നത്. ഇതാ വഖബ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇരുട്ട് വ്യാപിക്കുമ്പോൾ. അടുത്ത ചോദ്യം, നഫാസാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഇത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ശരി ഉത്തരം, മന്ത്രം ചൊല്ലി ഊതുന്നവർ എന്നാണ് അർത്ഥം. മാരണം ചെയ്യുന്ന സ്ത്രീകളെയാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അൻ-നഫാസാത്ത്. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ അൽ ഉഖദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? അൽ ഉഖദ്. ശരി ഉത്തരം, മാരണവിദ്യക്കായി നൂലുകളിൽ ഇടുന്ന കെട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത് അൽ ഉഖദ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹാസിദ് എന്നാൽ ആര്? അസൂയ എപ്പോഴാണ് അപകടകരമാകുന്നത് എന്ന് ഈ സൂറത്ത് വ്യക്തമാക്കുന്നത്? ഉത്തരം, അസൂയാലു എന്നാണ് അർത്ഥം. ഹാസിദ് എന്ന് പറഞ്ഞാൽ അസൂയാലു എന്നാണ്. അവൻ അസൂയ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് കൂടുതൽ അപകടകരമാവുന്നത്. അടുത്ത ചോദ്യം, അള്ളാഹുവിനെ റബ്ബുൽ ഫലക് എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ശരി ഉത്തരം, രാത്രിയുടെ കഠിനമായ ഇരുട്ടിനെ പിളർത്തി പ്രഭാതം കൊണ്ടുവരാൻ കഴിവുള്ളവന് എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകാൻ കഴിയും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റബ്ബുൽ ഫലക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ പറയുന്ന ശർരി മാ ഖലഖ് അല്ലെങ്കിൽ സൃഷ്ടികളുടെ തിന്മ എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഉത്തരം ആലോചിച്ച് നോക്കൂ. നമുക്ക് ഉത്തരം എന്താണെന്ന് പരിശോധിക്കാം. മനുഷ്യർ, ജിന്നുകൾ, മൃഗങ്ങൾ തുടങ്ങിയ അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ഉപദ്രവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, രാത്രിയുടെ തിന്മയിൽ നിന്ന് പ്രത്യേകം അഭയം തേടാൻ കൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം, രാത്രിയിലാണ് വന്യമൃഗങ്ങളും വിഷജീവികളും കുറ്റവാളികളും പിശാചുക്കളും കൂടുതൽ സജീവമാകുന്നത് എന്നതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, ഈ സൂറത്തിൽ മാരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഏതാണ്? വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്.
വമിൻ ഷർറിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന ഭാഗമാണ് മാരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അസൂയ അല്ലെങ്കിൽ ഹസദ് എന്നതുകൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത് എന്ത്? ശരി ഉത്തരം, മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ്. ഒരാൾക്കൊരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിൽ നിന്നത് നശിച്ചു പോകണം, അതെനിക്ക് കിട്ടണമെന്ന് മാത്രമല്ല, അത് അവരിൽ നിന്നത് നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് അസൂയ, ഹസദ് എന്നതുകൊണ്ട് ഇസ്ലാം അർത്ഥമാക്കുന്നത്.